ഇനി ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി കൂടി ചേരുകയാണ്. ബൽറാം, ഇതിൽ ശക്തമായ പ്രതികരണവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ടല്ലോ. ആ കടൽ മേഖലയിൽ എന്താണ് ഇന്ത്യയുടെ ഒരു ആധിപത്യം? ഇന്ത്യക്ക് അവിടെ ഒരു റോളുമില്ലേ? ഇന്ത്യയുടെ ഒരു നിലപാട് എന്താണ്? ഇത്തരം ചോദ്യങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ടല്ലോ. വെരി ഗുഡ് മോർണിംഗ് ഹഷ്മി, ക്രിസ്റ്റീന. ഈ ഇറാൻ യുദ്ധക്കപ്പൽ ആക്രമിക്കപ്പെട്ട സംഭവം അത് കേന്ദ്ര സർക്കാരിനെതിരെ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. ഇന്ത്യയുടെ പ്രതിരോധ ഇടനാഴികളും ചോദ്യങ്ങൾ ഉയർത്തുന്നു എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഇന്ത്യൻ നാവികസേനയുടെ 2 പരിപാടികളിൽ പങ്കെടുത്ത് മടങ്ങിയ ഇറാന്റെ യുദ്ധക്കപ്പലാണ് ഇത്തരത്തിൽ US അന്തർവാഹിനി ടോർപിഡോ ഉപയോഗിച്ച് തകർത്തത്. അത് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ഈ ഒരു സംഘർഷം എത്തിയിരിക്കുന്നു എന്നതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധത്തിന്റെ പേരിലാണ് ഇറാൻ ഇന്ത്യയിൽ നടന്ന അഭ്യാസ പ്രകടനങ്ങളിൽ തങ്ങളുടെ യുദ്ധക്കപ്പൽ അയച്ചത്. എന്നാൽ അതിനു നേരെ ഒരു ആക്രമണം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് ചോദ്യം ചെയ്യുന്നത്. വിഷയത്തിൽ കേന്ദ്ര സർക്കാർ വിശദീകരണം നൽകണം എന്ന് കോൺഗ്രസ് ഇതിനകം തന്നെ ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. വരുന്ന പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ 2ാം പാദത്തിൽ ഈ വിഷയം ശക്തമായി തന്നെ ഉന്നയിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉള്ളത്. ഇതിൽ ഈ സംഘർഷത്തെ തുടർന്ന് എത്ര പേര് ഇന്ത്യയിലേക്ക് എത്തിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ എന്താണ് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിച്ച പൊതു നിലപാട് എന്നതടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ചോദ്യങ്ങളുമായി കോൺഗ്രസും അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇതിനകം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഗൗരവതരമായ സംഭവമാണ് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ വെച്ച് ഒരു ഇന്ത്യയുടെ അഭ്യാസ പ്രകടനത്തിൽ പങ്കെടുക്കാൻ എത്തി മടങ്ങിയ ഒരു ഇറാൻ കപ്പൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. അത് അതീവ ഗൗരവത്തോടെ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായി ഒരു ആയുധമായി ഉയർത്തിക്കൊണ്ടുവരാനാണ് പ്രതിപക്ഷ തീരുമാനം. ബൽറാം, അത് പ്രതിപക്ഷം എന്നതിനപ്പുറം ഇപ്പോൾ ഈസ്റ്റേൺ നേവൽ കമാൻഡിന്റെ വെൽക്കം നോട്ട് ഇപ്പോഴും എക്സിൽ കിടപ്പുണ്ട്. അതിൽ പറയുന്നത് ഇന്ത്യൻ നേവി വെൽക്കംസ് IRIS ദേന of the Iranian Navy on her arrival at Visakhapatnam to participate in IFR 2026 India and Milan 2026, reflecting long-standing links between the two nations, bridges of friendship എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യ ഇൻ ഇറാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈസ്റ്റേൺ നേവൽ കമാൻഡിന്റെ എക്സ് അവിടെ കിടപ്പുണ്ട്. ഇറാൻ നാവികരും ഇന്ത്യൻ നാവികരും തമ്മിലുള്ള ആ ചിത്രങ്ങൾ അതിൽ പങ്കുവയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ IRIS ദേനയുടെ ചിത്രങ്ങൾ അതിൽ പങ്കുവയ്ക്കുന്നുണ്ട്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മിലാനിൽ പങ്കെടുത്തിട്ട് പോകവെ 87 പേരാണ് കൊല്ലപ്പെട്ടത്. ചെറിയ കണക്കല്ല. അതിൽ രാജ്യത്തിന്റെ ഒരു പ്രതികരണം ഇന്ന് പ്രതീക്ഷിക്കാമോ? അനുകൂലമായോ പ്രതികൂലമായോ? ബൽറാം, ഹഷ്മി, ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രതികരണം, ഇത്തരത്തിൽ ഗൗരവമുള്ള ഒരു ആക്രമണം ഇന്ത്യൻ സമുദ്രമേഖലയിൽ ഉണ്ടായിട്ടും അതിൽ ഉയർന്ന മരണസംഖ്യ ഉണ്ടായിരിക്കുന്നു. ഒപ്പം തന്നെ ഹഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യയുടെ ക്ഷണമനുസരിച്ച് ഇന്ത്യയിൽ നടന്ന മിലൻ അടക്കമുള്ള 2 അഭ്യാസ പ്രകടനങ്ങളിൽ പങ്കെടുക്കാൻ എത്തിയ ഇറാന്റെ യുദ്ധക്കപ്പൽ ഇന്ത്യൻ സമീപത്ത് വെച്ച് തന്നെ ആക്രമിക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എങ്കിലും കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. അതേസമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ച പോസ്റ്റുകൾ അത് നിഷേധിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. ഇന്ത്യയുടെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ഒരു ആക്രമണം നടത്തിയിട്ടില്ല എന്ന കാര്യം കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ തുറമുഖങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൈനിക കേന്ദ്രങ്ങളോ മറ്റു ഒന്നും തന്നെ US ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നു. എങ്കിൽ പോലും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനെ അപലപിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ എന്താണ് ഇന്ത്യയുടെ നിലപാട് എന്ന് വ്യക്തമാക്കിക്കൊണ്ടോ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഗൗരവമുള്ള ഒരു വിഷയമാണ് ഇത്. ഇന്ത്യയിലെ ഒരു പരിപാടിയിൽ സർക്കാരിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ക്ഷണമനുസരിച്ച് പങ്കെടുത്ത് മടങ്ങിയ ഒരു യുദ്ധ കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അതിന്റെ ഗൗരവം ഏറെ വർദ്ധിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല, ഇറാനും ഇസ്രായേലും നമുക്ക് വേണ്ടപ്പെട്ട രാജ്യങ്ങളാണ് എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. അതിന്റെ ഇറാന്റെ പരമോന്നത നേതാവിനെ വധിച്ചിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം അതിൽ മാത്രം നടത്തിയിട്ടില്ല എന്നല്ലെങ്കിൽ തന്നെ പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആക്രമണത്തിന് തൊട്ടുമുമ്പ് ഇസ്രായേലിൽ പോയതും അവിടെ നെസറ്റിൽ സംസാരിച്ചതൊക്കെ വിമർശന വിധേയമായി തന്നെ പ്രതിപക്ഷം കാണുന്നുണ്ട്. അതിന് പിന്നാലെ നമ്മുടെ ബാക്ക്യാർഡിൽ, നമ്മുടെ പരിസരത്ത് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ നിന്ന് മടങ്ങിപ്പോയൊരു കപ്പലിനെ മുക്കി 87 പേരെ കൊന്ന വിഷയത്തിൽ ശക്തമായ പ്രതികരണം വേണം എന്ന് പ്രതിപക്ഷം രാഷ്ട്രീയ വിഷയമായി കൂടി ഉന്നയിക്കുകയാണ്, അല്ലേ ബൽറാം? ഹഷ്മി, തീർച്ചയായും ഈ ഒരു സംഘർഷം ആരംഭിച്ച ആദ്യ ഘട്ടങ്ങൾ മുതൽ തന്നെ പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ച ഒരു വിഷയമാണ്
ഈ ഇറാന്റെ പരമോന്നത നേതാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ വിഷയത്തിൽ സർക്കാർ ഇതുവരെ അല്ലെങ്കിൽ പ്രധാനമന്ത്രി അടക്കം ഇന്ത്യയിൽ നിന്നുള്ള പ്രതികരണങ്ങളിൽ ഒന്നും തന്നെ അതിനെക്കുറിച്ച് യാതൊരു പ്രതികരണവും ഇല്ല എന്നുള്ളത്. എന്നാൽ ഈ ഒരു നടപടിക്ക് പ്രത്യാക്രമണം നടത്തിയ ഇറാന്റെ നടപടികളെ അപലപിച്ചിട്ടുണ്ട് ഇന്ത്യ. അത് ഇറാന്റെ ആക്രമണം ഉണ്ടായ രാജ്യങ്ങളിലെല്ലാം തന്നെ നേതാക്കളെ പ്രധാനമന്ത്രി ഫോണിൽ വിളിക്കുകയും സംസാരിക്കുകയും ഈ നടപടിയെ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഇറാനെ ആക്രമിക്കപ്പെട്ട വിഷയത്തിൽ പ്രതികരണം ഉണ്ടായിട്ടില്ല എന്ന് പ്രതിപക്ഷം ആദ്യഘട്ടം മുതൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിനോടൊപ്പമാണ് ഇപ്പോൾ ഇന്ത്യയുടെ ക്ഷണമനുസരിച്ച് രാജ്യത്ത് 2 അഭ്യാസ പ്രകടനങ്ങളിൽ പങ്കെടുത്ത് മടങ്ങിയ ഒരു യുദ്ധക്കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. അത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ആദ്യമായി ഒരു കപ്പലിന് നേരെ ടോർപിഡോ ഉപയോഗിച്ചിരിക്കുകയാണ് US. അത് ഇന്ത്യൻ സമുദ്ര മേഖലയ്ക്ക് സമീപം വെച്ച് തന്നെയാണ്. ഈ സ്വാഭാവികമായും ഇത്തരത്തിൽ ഒരു ഇന്ത്യയുടെ ക്ഷണമനുസരിച്ച് മടങ്ങിയ ഒരു രാജ്യത്തിന്റെ പടക്കപ്പൽ എന്ന നിലയിൽ രാജ്യത്തിന് അതിൽ ഉത്തരവാദിത്തമുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഗൗരവതരമായ ഈ സാഹചര്യം മനസ്സിലാക്കി ഒരു പ്രതികരണം ഉണ്ടാകണം എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഒരു ആവശ്യം എന്നുള്ളത്. വിഷയം എന്തായാലും ശക്തമായി തന്നെ വരുന്ന പാർലമെന്റിന്റെ സമ്മേളനത്തിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഈ രാജ്യത്തിന്റെ പ്രതികരണം വ്യക്തമാക്കണമെന്ന ആവശ്യവും ശക്തമായി തന്നെ ഉയർന്നിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ അതിൽ രാജ്യത്തിന്റെ നിലപാട് എന്ത് എന്നുള്ള കാര്യം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നോ ഈ വിഷയത്തിൽ പ്രതികരണം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഇതുമായി ബന്ധപ്പെട്ട് ഗൗരവത്തോടെ സാഹചര്യങ്ങൾ കേന്ദ്ര സർക്കാർ ഈ വിവരങ്ങൾ തേടിയിട്ടുണ്ട്. സാഹചര്യങ്ങൾ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുമാണ് പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക പ്രതികരണം ഇന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറാന്റെ കപ്പൽ തകർത്ത സംഭവത്തിലാണ് രാഷ്ട്രത്തിന്റെ ഒരു പ്രതികരണം ഉണ്ടാവുന്നില്ല എന്ന് പ്രതിപക്ഷം പറയുന്നത്. പ്രതിപക്ഷം പറയുന്നതല്ല, അതിൽ പ്രതികരണം ഉണ്ടാവേണ്ടതാണ്. അതിന് കാരണം നമ്മൾ ക്ഷണിച്ചിട്ട് നമ്മുടെ മിലാനിൽ നമ്മൾ അഭിമാനപൂർവ്വം നമ്മുടെ നാവികസേന അവരുടെ ചിത്രങ്ങളടക്കം പങ്കുവച്ചതാണ്. നമ്മൾ ക്ഷണിച്ചതാണ്, നമ്മൾ അഭിമാനപൂർവ്വം ക്ഷണിച്ചതാണ്. അത് കൾച്ചറൽ ഈ പറഞ്ഞ ബന്ധം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ക്ഷണം. അത് കഴിഞ്ഞ് അതിൽ പങ്കെടുത്ത് അഭിമാനപൂർവ്വം മടങ്ങിയ ഒരു കപ്പലിനെയാണ് നമ്മുടെ പരിസരത്ത് വെച്ച് ഈ അമേരിക്ക ടോർപിഡോ ചെയ്ത് 87 പേരെ കൊന്നത്. അപ്പോൾ സ്വാഭാവികമായും അതിൽ രാജ്യത്തിന്റെ ഒരു പ്രതികരണം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.